പരിപാടിയാണ്. നിങ്ങൾക്ക് പഴയോ പുതിയതോ ഏത് ക്ലേ വേണമെങ്കിലും എടുക്കുക. അതുപോലെ തന്നെ ഗ്ലിറ്റർ ലിക്വിഡ് കുറേ എണ്ണം ഉണ്ടെങ്കിൽ എടുത്തോ. എൻ്റെ 2-3 എണ്ണം ഉണ്ട്, അത് ഞാൻ എടുത്തോളാം. അതും ഇല്ലെങ്കിൽ മൈലാഞ്ചിയുടെ മൈലാഞ്ചി ഇല്ലെങ്കിൽ വേണ്ട, ഉണ്ടാക്കണ്ട. പിന്നെ ക്ലേ സൂപ്പർ ക്ലേ ആണോ, ഉണങ്ങും വേണം. പിന്നെ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടേ എനിക്ക് ഇതിലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി. അപ്പോൾ അത് ഞാൻ പാർട്ട് 2 ആയിട്ട് നാളെ ഇടും. കൈ നല്ല ക്ലേ ആട്ടത് ഞാൻ ഇപ്പോൾ 2 എണ്ണ ഉണ്ടാക്കുന്നുള്ളൂ. എന്താ വെച്ചാൽ ഗ്ലിറ്ററും കൊണ്ടും ട്രൈ ചെയ്യാം, മെഹന്തിയും കൊണ്ടും ട്രൈ ചെയ്യണം. സക്സസ് ആയാൽ പിന്നെ നമ്മൾ പൊളിക്കും. അതുപോലെ തന്നെ ടൂത്ത് പിക്ക് ഉണ്ട് നമുക്ക് ഇങ്ങനെ. ഇത് ചെറിയ കുട്ടികൾക്ക് പറ്റിയതാട്ടോ. ഓക്കെ, ടൂത്ത് പിക്ക് ആവുന്നില്ല, വല്ല കൊമ്പിൻ്റെ സാധനം ഉദ്ദേശിച്ചത്. ഇതേമാരത്തെ പെൻസിലോ കളർ പെൻസിലോ അല്ലാണ്ട് വേറെ സാധനം നമ്മളെ ഇതിവിടെ ഉണ്ട്. എന്ത് നമ്മുടെ ഈ സാധനം കിലേ ടൂത്ത് പിക്ക് മതി. നല്ല കോല് മാരത്തെ സാധനം വേണം. ഇതാണെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഭയങ്കര അടിപൊളിയാട്ടോ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഉണ്ടയാക്കാം. പിന്നെ നമുക്ക് ഒരു ഡ്രിങ്കർ ഡിഷൊക്കെ ഉണ്ടാക്കാം. അപ്പം അതിൻ്റെയൊക്കെ ഒരു വീഡിയോ വരുന്നേക്കും. പുതിയ ഹെന്നയോ കുറച്ച് കൊള്ളിപ്പത്ത് ഇങ്ങനെ എടുത്തിട്ട് മതി. ഇങ്ങനെ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ നമ്മുടെ കയ്യിലൊട്ടിയിട്ടാണ്. കയ്യിലൊട്ടിയിട്ട് നീ താഴെ ഇങ്ങനെ അമർത്തുക. അപ്പം നിങ്ങൾക്ക് കാണണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കയ്യിൽ വെച്ചത്. പിന്നെ അങ്ങനത്തെ എടുക്കുന്നതിന് മുമ്പ് ഉണ്ടോ ഇതേമാതിരി വരും ചിലപ്പോൾ. അപ്പം അതാ ഇതേമാതിരി ചെയ്യാം. What is this, bro? ഇതേമാതിരിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഷേപ്പ് കിട്ടുക. സർക്കിൾ ഞാൻ വേണമെന്നില്ല. ഇത് നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമുള്ളൊരു പിക്ചറിട്ടാം അച്ചൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്താൽ മതി. അങ്ങനെ കീറരുത്. ഉദ്ദേശിച്ചത് ഇത് മുറിഞ്ഞു പോന്ന് ഫ്ലോപ്പ്. അയ്യോ നമുക്കൊന്നും കൂടി ഒന്ന് ഇതേമാതിരി ഒരു ഐ ആണിതിപ്പം. ഐ നമ്മുടെ ഐ അതേമാതിരിയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിപ്പോൾ ഐ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ഉണങ്ങി കഴിയുമ്പോഴേ ഇതിൻ്റെ ഉള്ളിൽ ആ ഹെന്നയോ ഇത് വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക. അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഇങ്ങനെ വരച്ചെടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഞാൻ ഇപ്പം ഐയും വേറെ ഏതെങ്കിലും ഉണ്ടാക്കാം. ഇതിൻ്റെ ഹാഫ് മതി, അത്ര വലുത് നമ്മൾ എടുക്കില്ല. 2 ഐ ഉണ്ടാക്കാം. ഒന്ന് 1 ആക്കാം. എന്നാൽ ഒന്ന് 1ഉം ഒന്ന് 2ഉം. 1 മതി. 2 ഒക്കെ വരയ്ക്കാൻ തന്നെ വാടകയിലോട്ട്. I letter I letter L
ഇപ്പം ഇവിടെ വെക്കാനാ എൻ്റെ അമ്മ. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കുക. നാളെ ഉണങ്ങിയതിൻ്റെ ശേഷം നമ്മൾ പാർട്ട് 2 വരും, ഉറപ്പ്. 1 1ൻ്റെ പകരം വേറെ മാറ്റിപ്പിടി. അത് കുറച്ച് പണിയാണ്. ഇത് വൈകി തന്നെ ആക്കുക. ദാറ്റ്സ് ബെറ്റർ. എൻ്റെ കൈ നല്ല പോയിട്ടുണ്ട്. ബാക്ക് സൈഡ് എടുക്കേണ്ട പെൻസിൽ ഇട്ടാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഭാഗം കൂടി വന്നാൽ വിട്ടുപോകും. മെല്ലതേ മാതിരി റിമൂവ് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. നല്ല ഇറുക്കുപ്പാ. ഓക്കെ, ഇനി നമുക്ക് നാളെ ഒന്നാവട്ടെ. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഇങ്ങനെ നിറച്ചിട്ട് അത് ഐസാക്കാൻ വെക്കുക. പിന്നുണ്ടല്ലോ അത് അടിപൊളി സാധനം. സത്യം പറയാ. കോസ്റ്റ്ലി. പിന്നെ ഞാൻ ഈ ബ്ലഷൊക്കെ ആക്കാൻ വേണ്ടി ഇങ്ങനെ ക്ലേ കൊണ്ട് ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ ഈ ഒരു ഇതിലോട്ട് ഇങ്ങനെ ആവുന്നില്ല. I will call me ഒരു സാധനം അതിൻ്റെ മുകളിൽ കുറച്ച് അലങ്കോലപ്പണി ചെയ്യണം. അപ്പം ഞാൻ കൂടി ചെയ്തിട്ട് അങ്ങോട്ട് പോവായിച്ചു. ഫസ്റ്റ് നമ്മൾ ഇതേമാതിരി എടുക്കുക, ഉണ്ടയാക്കുക, വെച്ച് പരത്തുക, എടുത്തിട്ട് താഴെ വെക്കുക. ചെറിയ പീസ് എടുക്കുക. ഇതേമാതിരി ഒരു പരത്തുക. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ ക്ലേ വേണം. എൻ്റെ അമ്മേ, ഇന്ന് വാങ്ങിയ ക്ലേ അത് ഇന്ന് തന്നെ കഴിഞ്ഞു. ഓക്കെ, പിന്നെ ഇതാ ഇത്ര ക്ലേ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു താഴെ ഇവിടെ പരന്നിട്ടും 2 സൈഡ് ജസ്റ്റ് ഇതേമാതിരി പരത്തിയതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ എടുക്കുക. ഞാൻ ഫസ്റ്റ് ഇതേമാതിരി എടുത്തിട്ട് ഇതിലോട്ട് വെച്ചിട്ട് കൈയിടാനുള്ള ഭാഗം ഉണ്ടാക്കി. അങ്ങനെ ഞാൻ ചെയ്തില്ലൂ. അപ്പോൾ ആവാത്തതും കൂടി ഇത് നമുക്കിങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റൊക്കെ ഒരു പരത്തിൽ മതി കേട്ടോ. നല്ല വൃത്തിക്കാവണം എന്നേ ഉള്ളൂ. ഇതേമാതിരി ഇത് കുറച്ചും കൂടി വലുപ്പാക്കിയിട്ട് നമുക്ക് പരത്തവര് വെച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് വലുപ്പാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഇതിനെ ഒരു സൈഡ് എടുത്തിട്ട് 2 എണ്ണത്തിന് ഇതേമാതിരി ഒടിച്ചെടുക്കുക. ഇത്ര വലുതായി തോന്നുമ്പോൾ ഇതേമാതിരി സക്സസ്. ഇനി ഇത് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ ഇതൊക്കെ ടൈറ്റാക്കാൻ വേണ്ടി ഇതേമാതിരി സൈഡൊന്ന് ഇതേമാതിരി മടക്കിയ ശേഷം ഇതേമാതിരി എടുത്താൽ മതി. മടക്കുക, എടുക്കുക. എന്നിട്ട് ഇതാ കൈയിടാനുള്ള സൈഡായി. ഇനി ഇങ്ങനെ ആക്കുക. ഇതാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയത്. ബട്ട് ഇത് കഴിയാത്തത് കൊണ്ട് ഇത് നമുക്ക് ഇതായിട്ട് യൂസ് ചെയ്യാം.
ഇനി ഇതിനെ ഈ ഒരു പരന്ന സൈഡിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കുക. മറ്റേ കുട്ടികളിങ്ങനെ ഇങ്ങനെ ആക്കുന്ന സാധനമല്ലേ, ഇപ്പം എന്ത് പറയാം, എന്തായെങ്കിലും ആവട്ടെ. നല്ല ഇറുക്കപ്പാ. ഇവിടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതേമാതിരി അറ്റാച്ച് ചെയ്തെടുക്കും. ഇത്ര തന്നെ ഉള്ളൂ. ഇനി ഇത് ഉണങ്ങുന്ന ക്ലേ ആണ്. ഞാൻ കൊളാക്കും. വേണ്ട, ഇഷ്ടപ്പെട്ടില്ല. അയ്യോ ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഇതേ നമ്മളിങ്ങനെ തായോട്ടേക്ക് വെച്ചാൽ ഇത് ഇത്രയിൽ പിശുക്ക് ഉപയോഗിക്കും. പേടിക്കണ്ട, വേറെ കളർ ക്ലേ ഉണ്ട്. ഞാൻ ഈ 2 കളർ എടുത്തില്ല കേട്ടോ. ദെൻ ഈ ഒരു റെഡ് എനിക്ക് ഫേവറേറ്റ് ആണ്. ഈ റെഡ് ആദ്യം എടുത്ത ക്ലേ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് ഏതോ മാരിയിരുന്നു. ആ കട്ട പിടിച്ച് എന്തോ മാരി തന്നെ അങ്ങോട്ട് ഇതേമാതിരി സോഫ്റ്റ് അല്ലേക്കും, ഭയങ്കര കട്ടിയായിട്ട്. ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ തന്നെയല്ലേ, അതാണ് എനിക്ക് അവിടെ ഇങ്ങനെ മാറിപ്പോവുക. അങ്ങനത്തെ ഒരു രീതിയാണ് എൻ്റെ. അപ്പം ഇതല്ലാണ്ട് ആ കട്ടിയുള്ള ക്ലേ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഞാനിത്. ഇതിൻ്റെ കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്, പ്രശ്നമില്ല. കണ്ടോ, നല്ല തന്നെയാണ്. യെസ്, വാസ്ലൈൻ്റെ ചുണ്ട് തേച്ചതാണ്. എല്ലാ ക്രാഫ്റ്റും ഇങ്ങനെ തീർക്കാം. ദാറ്റ്സ് ബെറ്റർ. തീർച്ചയാലോ, അത്രയാണ് പുതിയ. നല്ല മണം. അപ്പം ഇത്രയുള്ള അടുത്ത വീഡിയോ കാണാം. ബൈ.